അങ്ങനെ ആ ബ്രാഹ്മണൻ ആ ഒരു കഥ പറഞ്ഞു. പണ്ട് ഈ നഗരത്തിന്റെ പ്രാന്തത്തിൽ ഭഗൻ എന്നൊരു അസുരൻ പാർക്കുന്നുണ്ട്. കഴിഞ്ഞ 13 വർഷങ്ങളായിട്ട് അവനാണ് യഥാർത്ഥത്തിൽ ഈ രാജ്യം ഭരിക്കുന്നത്. ഞങ്ങൾക്കൊരു രാജാവുണ്ട്. അപ്രാപ്തനായ അയാൾ ഭഗനെ ഭയന്ന് ഒളിച്ചു ജീവിക്കുകയാണ്. ഭഗൻ മുമ്പ് നിഷ്കരണം കാണുന്നവരെയൊക്കെ കൊന്നു ഭക്ഷിച്ചിരുന്നു. ഭഗന്റെ ക്രൂരതയിൽ നിന്ന് രക്ഷപ്പെടുവാനായി നാട്ടുകാർ അവനുമായി ഒരു കരാറുണ്ടാക്കി. അതനുസരിച്ച് ദിവസവും ഒരു വണ്ടി ചോറും കറികളും മദ്യവും, വണ്ടി വിൽക്കുന്ന 2 പോത്തുകളും, ഇതെല്ലാം കൊണ്ടുപോകുന്ന ഒരു മനുഷ്യനും ഉൾപ്പെടെയുള്ള ആഹാരം അവന് എത്തിച്ചു കൊടുക്കണം. ഓരോ വീട്ടുകാരും ഓരോ ദിവസം ഇതനുസരിച്ച് ആഹാരം നൽകുന്നു. അതുകൊണ്ട് അവനിപ്പോൾ കണ്ണിൽ കണ്ടവയെല്ലാം കൊല്ലുന്നില്ല. ഏതെങ്കിലും വീട്ടുകാർ അവരുടെ മുറ തെറ്റിച്ചാൽ ആ വീട്ടിലുള്ള എല്ലാവരെയും അവൻ കൊന്നു തിന്നുകളയും. നാളെ അവന് ആഹാരം കൊടുക്കേണ്ടത് എൻ്റെ ഊഴമാണ്. അവന് ഭക്ഷണമായി ഞങ്ങളിൽ ഒരാൾ പോകണം. അതേപ്പറ്റി ചിന്തിച്ചാണ് ഞങ്ങൾ ദുഃഖിക്കുന്നത്. ഇത് കേട്ടപ്പോൾ കുന്തിദേവി ബ്രാഹ്മണനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഭവാൻ വിഷമിക്കണ്ട. എനിക്ക് 5 പുത്രന്മാരുണ്ട്. അതിലൊരുവൻ നാളെ നിങ്ങൾക്കു വേണ്ടി ആഹാരം കൊണ്ടുപോകും. ബ്രാഹ്മണൻ കുന്തിയുടെ നിർദ്ദേശത്തെ എതിർത്തു. തനിക്ക് വേണ്ടി മറ്റൊരാൾ മരിച്ചാൽ അതിൻ്റെ പാപവും തനിക്കാണെന്ന് ബ്രാഹ്മണൻ പറഞ്ഞു. അപ്പോൾ കുന്തി പറഞ്ഞു, എത്ര മക്കളുണ്ടെങ്കിലും അതിലൊരു മകൻ മരിച്ചോട്ടെ എന്ന് ഒരമ്മയും കരുതുകയില്ല. എന്നാൽ എൻ്റെ മകൻ സാധാരണക്കാരനല്ല. അവൻ ആ രാക്ഷസനെ കൊന്ന് ഈ നാടിനെയും നാട്ടുകാരെയും രക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് അവനെ നിങ്ങൾക്ക് പകരമായി അയക്കണമെന്ന് നിർദ്ദേശിച്ചത്. നിങ്ങൾ ധൈര്യമായിരിക്കുക. ഈ വിവരം പരമരഹസ്യമായിരിക്കണം. ബ്രാഹ്മണൻ മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചു. കുന്തി മടങ്ങിയെത്തിയ ബ്രാഹ്മണ കുടുംബത്തിന്റെ ദുഃഖകാരണവും മറ്റും ഭീമനെ അറിയിച്ചു. ഭീമനെ ചോറും കറികളുമായി രാക്ഷസന്റെ അടുത്തേക്ക് അയക്കണമെന്ന് ബ്രാഹ്മണനോട് പറഞ്ഞിട്ടുള്ള വിവരവും അറിയിച്ചു. അമ്മയുടെ ആഗ്രഹപ്രകാരം ബകാസുരന്റെ അടുത്തേക്ക് പോകാമെന്ന് ഭീമസേനൻ സമ്മതിച്ചു. അടുത്ത ദിവസം നടക്കുവാൻ പോകുന്ന കാര്യങ്ങളോർത്ത് ഉത്സാഹഭരിതനായി ഭീമൻ നിൽക്കുമ്പോഴാണ് സഹോദരന്മാർ ഭിക്ഷയുമായി മടങ്ങിയെത്തിയത്. ഭീമനിൽ നിന്ന് വിവരങ്ങളെയെല്ലാം മനസ്സിലാക്കിയ യുധിഷ്ഠിരൻ അമ്മയോട് ചോദിച്ചു, അമ്മേ, ഇവൻ ഈ സാഹസത്തിൽ ഒരുമ്പിടുന്നത് അമ്മയുടെ അനുവാദത്തോടെയാണോ? കുന്തി പറഞ്ഞു, അതേ മകനെ, ഞാൻ പറഞ്ഞിട്ടാണ് അവൻ രാക്ഷസന്റെ അടുക്കിലേക്ക് പോകുന്നത്. ബ്രാഹ്മണന് വേണ്ടിയും ഈ നാടിനെ രക്ഷിക്കുന്നതിനു വേണ്ടിയുമാണ് ഈ മഹാകൃത്യത്തിന് ഞാൻ അവനെ വിടുന്നത്. യുധിഷ്ഠിരൻ പറഞ്ഞു, അമ്മ ചെയ്യുന്നത് വലിയ കടുങ്കൈയാണ്. അമ്മേ, അവനവന്റെ മക്കളെ ഉപേക്ഷിക്കുന്നത് പ്രശംസനീയമല്ല. അന്യന്റെ പുത്രനെ രക്ഷിക്കുവാൻ സ്വന്തം പുത്രനെ ഉപേക്ഷിക്കുന്നത് വേദവിരുദ്ധമാണ്. അമ്മയ്ക്ക് ഭീമനെ ഉപേക്ഷിക്കുവാൻ എങ്ങനെ മനസ്സുണ്ടായി? അവന്റെ ശക്തിയല്ലേ നമ്മുടെ ശക്തി. അതപേക്ഷിച്ചാൽ നാം നിർജീവരായി തീരുകയില്ലേ? കുന്തി പറഞ്ഞു, യുധിഷ്ഠിര, ഭീമന്റെ ശക്തി നാം പല സന്ദർഭത്തിൽ നേരിട്ട് കണ്ടറിഞ്ഞതല്ലേ? നിനക്കിനിയും അതിൽ വിശ്വാസമില്ലേ? ഭീമനെ രാക്ഷസന്റെ അടുക്കിലേക്ക് അയക്കുവാൻ തീരുമാനിച്ചത് ലോഭം കൊണ്ടോ അജ്ഞാനം കൊണ്ടോ വിഡ്ഢിത്തം കൊണ്ടോ അല്ല, ധർമ്മത്തെ വിചാരിച്ചാണ്. ഇതുകൊണ്ട് 2 കാര്യം ഒരേ സമയത്ത് നമുക്ക് സാധിക്കുവാൻ കഴിയും. 1, നമ്മെ സഹായിച്ച ബ്രാഹ്മണന് പ്രത്യുപകാരം ചെയ്യുക. 2, നാടിനെയും നാട്ടാരെയും രക്ഷിക്കുക എന്നുള്ള ധർമ്മം. കുന്തിയുടെ ധർമ്മോക്തികൾ കേട്ടപ്പോൾ യുധിഷ്ഠിരന് സമാധാനമായി. ഭീമൻ രാക്ഷസനെ കൊന്നിട്ട് വരുമെന്ന് അദ്ദേഹം വിശ്വസിച്ച്. യുധിഷ്ഠിരൻ പറഞ്ഞു, പക്ഷേ കാര്യം വളരെ രഹസ്യമായിരിക്കണം. ഭീമൻ രാക്ഷസന്റെ അടുത്തേക്ക് പോകുന്ന വിവരം നാട്ടുകാർ അറിയരുത്. ഇത്രയും പറഞ്ഞിട്ട് അവർ കിടന്നുറങ്ങി. പിറ്റേ ദിവസം പ്രഭാതത്തിൽ ചോറും കറിയും നിറച്ച വണ്ടിയിൽ ഭീമൻ ഭഗന്റെ വാസസ്ഥലത്തേക്ക് യാത്ര തിരിച്ചു. പോകുന്ന വഴിക്ക് തന്നെ ആഹാരത്തിൽ ഒരു പങ്ക് വൃഗോദരൻ അകത്താക്കി കഴിഞ്ഞിരുന്നു. ഭീമൻ ഭഗന്റെ ഗുഹയ്ക്ക് സമീപമെത്തി. വണ്ടി നിർത്തി ആഹാരം താഴെ ഇറക്കി വെച്ചു. എന്നിട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഹേ ഭഗ, വരൂ, ആഹാരം കൊണ്ടുവന്നിരിക്കുന്നു. എന്നെ പേര് ചൊല്ലി വിളിക്കുന്നവൻ ആരാടാ എന്ന് ആക്രോശിച്ചുകൊണ്ട് ഭഗൻ ഗുഹയിൽ നിന്നിറങ്ങി വന്നു. അപ്പോൾ കാണാം, ഒരു തടിമാടൻ തനിക്ക് കൊണ്ടുവന്ന ചോറും കറിയും ഉരുട്ടിയുരുട്ടി വായിലേക്ക് തട്ടുന്നു. ഭീമൻ ഭഗനെ കണ്ടപ്പോൾ പൊട്ടിച്ചിരിച്ചു. ഭക്ഷണം തുടർന്നുകൊണ്ടേയിരുന്നു. ഭഗൻ ഭീമന്റെ അടുത്ത് വന്ന് 2 കൈയും കൂട്ടിപ്പിടിച്ച് ഭീമന്റെ പുറത്ത് ഊക്കോടെ അടിച്ചു. ഭീമനാവട്ടെ അടി ലേശം പോലും ഏറ്റില്ല. ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ഭീമൻ പിന്നെയും ചോറുരുട്ടിക്കൊണ്ടിരുന്നു. ഭീമന്റെ അവഗണന ഭഗനെ കോപാന്തനാക്കി. അവനൊരു വലിയ വൃക്ഷം പിഴുതെടുത്ത് ഭീമനെ ലക്ഷ്യമാക്കി അടുത്തു. ഭീമൻ പെട്ടെന്നെഴുന്നേറ്റ് ഭഗന്റെ കയ്യിലിരുന്ന മരം തട്ടിത്തെറിപ്പിച്ചു. ഭഗൻ മറ്റൊരു മരം പിഴുതു. അപ്പോഴേക്കും ഭീമനും
ഒരു വലിയ മരം തന്നെ പിഴുതെടുത്തു. ഭഗന്റെ നേർക്ക് അതുമായിട്ടടുത്തു. രണ്ടുപേരും കൂടി ഭയങ്കരമായ പോരാട്ടം നടത്തി. ഒടുവിൽ ഭഗൻ കുറച്ച് ക്ഷീണിച്ചുവെന്ന് മനസ്സിലാക്കിയ ഭീമൻ അവനെ തട്ടി താഴെയിട്ടു. കാലും തലയും കൂട്ടിപ്പിടിച്ച് ഭഗന്റെ ശരീരം വളച്ച് നിലത്ത് കുത്തി ധേ എന്നൊരു ശബ്ദത്തോടെ ഭഗന്റെ നട്ടെല്ല് ഓടിച്ചു. അവൻ ഭൂമി കുലുങ്ങത്തക്കവണ്ണം അലറി. നിലത്ത് അവശനായി കിടന്ന ഭഗൻ ക്ഷണനേരത്തിനുള്ളിൽ മരിച്ചു. രാക്ഷസന്റെ മൃതദേഹം വലിച്ചുകൊണ്ടുവന്ന നഗരത്തിന്റെ പ്രവേശന കവാടത്തിൽ വെച്ചിട്ട് ഭീമൻ വീട്ടിലെത്തി. നടന്ന വൃത്താന്തങ്ങളെല്ലാം അമ്മയെയും സഹോദരന്മാരെയും ബ്രാഹ്മണനെയും അറിയിച്ചു. ഭീമനെ പറ്റി യാതൊരു വിവരവും ആരോടും പറയരുതെന്ന് പ്രത്യേകം ശട്ടം കെട്ടി. നേരം പുലർന്നപ്പോൾ ഭഗന്റെ ജഡം പട്ടണത്തിന്റെ പ്രവേശനദ്വാരത്തിലിരിക്കുന്ന വിവരം നാട്ടുകാർ അറിഞ്ഞു. അത് കാണുവാൻ ആളുകളെല്ലാം ഓടിക്കൂടി. പുരവാസികൾക്കെല്ലാം എന്നും പേടി സ്വപ്നമായിരുന്ന ഭഗൻ ചോരയിൽ മുങ്ങിച്ചത്ത് മലർന്നു കിടക്കുന്ന കാഴ്ച കണ്ട് ഇതെങ്ങനെ സംഭവിച്ചുവെന്നറിയാതെ എല്ലാവരും ആശ്ചര്യത്തോടെ മുഖത്തോട് മുഖം നോക്കി. തലേ ദിവസം ആഹാരം കൊണ്ടുപോകേണ്ട മുറ ആരുടേതായിരുന്നുവെന്ന് അന്വേഷിച്ചറിഞ്ഞ് ആളുകളെല്ലാം ബ്രാഹ്മണന്റെ വീട്ടിലെത്തി. ബ്രാഹ്മണൻ പറഞ്ഞു, ഇന്നലെ മന്ത്രസിദ്ധനായ ഒരു ഭൂസുരൻ ഞങ്ങളുടെ പരിതാപം കണ്ട് ഞങ്ങളിൽ ദയ തോന്നി. അദ്ദേഹമാണ് ഞങ്ങൾക്ക് വേണ്ടി ആഹാരം കൊണ്ടുപോയത്. എന്നെപ്പറ്റി നിങ്ങൾ ദുഃഖിക്കേണ്ടെന്ന് മാത്രം പറഞ്ഞിട്ട് അദ്ദേഹം പോയി. അദ്ദേഹമായിരിക്കണം ഈ സൽക്കർമ്മം ചെയ്തത്. ഭഗന്റെ മരണം രാജ്യവാസികൾ ഒരു ഉത്സവമായി കൊണ്ടാടി. പാണ്ഡവന്മാരും ആ ഉത്സവത്തിൽ പങ്കുചേർന്ന് ആഹ്ലാദിച്ചു. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞുപോയി. പാണ്ഡവന്മാർ ഏകചക്രയിലെ താമസം അവസാനിപ്പിച്ച് പാഞ്ചാല രാജ്യത്തേക്ക് പോകുന്നതാണ് നല്ലതെന്നുള്ള കുന്തിയുടെ അഭിപ്രായം എല്ലാവരും സ്വീകരിച്ചു. അവർ പുറപ്പെടുന്നതിന് മുമ്പായി ഒരു ദിവസം സഞ്ചാരിയായ ഒരു ബ്രാഹ്മണൻ അവിടെ എത്തി. അയാൾ പല നാടുകളിലെയും കഥകളും വൃത്താന്തങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ പാഞ്ചാലത്ത് നടക്കുവാൻ പോകുന്ന സ്വയംവരത്തിന്റെ കാര്യങ്ങൾ വിസ്തരിച്ചിട്ട് പറഞ്ഞു. പാഞ്ചാല രാജാവ് യജ്ഞസേനനാണ്. അദ്ദേഹത്തിന് ദ്രുപദൻ എന്നുകൂടി പേരുണ്ട്. ദ്രോണാചാര്യൻ എന്ന അസ്ത്രശാസ്ത്ര വിശാരദന്റെ ആഗ്രഹപ്രകാരം അർജുനൻ ദ്രുപദനെ പിടിച്ചു കിട്ടി ദ്രോണർക്ക് ഗുരുദക്ഷിണയായി കാഴ്ചവെച്ചു. ദ്രോണരുടെ ഔദാര്യത്താൽ ദ്രുപദൻ മോചിതനായി. അവർ സുഹൃത്തുക്കളായിട്ടാണ് പിരിഞ്ഞതെങ്കിലും തന്നെ അപമാനിച്ച ദ്രോണരോട് ഒടുങ്ങാത്ത പകയുമായിട്ടാണ് ദ്രുപദൻ മടങ്ങിയത്. ദ്രോണരോട് പ്രതികാരം ചെയ്യണമെന്ന് ദ്രുപദൻ ഉറച്ചു. അർജുനന്റെ പൗരുഷവും ദ്രോണന്റെ പകയും ദ്രുപദന്റെ മനസ്സിൽ ഗാഢമായി പതിഞ്ഞു. അർജുനനെ തന്റെ മരുമകനാകത്തക്ക നിലയിൽ വിവാഹം കഴിച്ചു കൊടുക്കുവാൻ ഒരു പുത്രിയെയും ദ്രോണനെ കൊല്ലുവാൻ കഴിയുന്ന പൗരുഷശാലിയായ ഒരു പുത്രനും തനിക്കുണ്ടാകണമെന്ന് അദ്ദേഹം അതിയായി ആഗ്രഹിച്ചു. ദ്രുപദന് ശിഖണ്ഡി എന്നു പേരായ ഒരു പുത്രനുണ്ട്. അവൻ പെണ്ണായി പിറന്ന് ആണായി തീർന്നവനാണ്. ഭീഷ്മരെ വധിക്കുകയെന്ന ഏകമായ ലക്ഷ്യത്തോടെ തീയിൽ ചാടി ആത്മാഹൂതി ചെയ്ത കാശി രാജാവിന്റെ പുത്രിയായ അംബയാണ് ശിഖണ്ഡിയായി പുനർജന്മമെടുത്തത്. അവന് ദ്രോണരെ കൊല്ലുവാനുള്ള കഴിവുണ്ടെന്ന് ദ്രുപദൻ വിശ്വസിച്ചിരുന്നില്ല. ദ്രുപദൻ സന്താനലബ്ധിക്കായി ഒരു യജ്ഞം നടത്തി. ആ യജ്ഞത്തിന്റെ ഫലമായി ഉണ്ടായതാണ് ദൃഷ്ടദ്യുമ്നൻ. അതോടൊപ്പം ഒരു പെൺകുട്ടി കൂടി യാഗാഗ്നിയിൽ നിന്ന് പൊന്തി വന്നു. അവളാണ് കൃഷ്ണ. കൃഷ്ണയുടെ സ്വയംവരമാണ് ഇപ്പോൾ നടക്കുവാൻ പോകുന്നത്. അർജുനൻ ദ്രുപദനെ പിടിച്ചു കെട്ടി ദ്രോണർക്ക് ഗുരുദക്ഷിണ നൽകിയ വിവരമൊക്കെ ബ്രാഹ്മണൻ പറഞ്ഞപ്പോൾ പാണ്ഡവന്മാർ പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. ബ്രാഹ്മണൻ ഇത് മനസ്സിലാക്കിയതേയില്ല. അങ്ങനെ ദ്രുപദൻ നടത്തിയ യാഗവും ദൃഷ്ടദ്യുമ്നന്റെയും കൃഷ്ണയുടെയും ഉത്ഭവവും അറിയുവാൻ ആഗ്രഹിച്ച പാണ്ഡവരോട് ബ്രാഹ്മണൻ സംഭവങ്ങൾ വിവരിച്ചു. ദ്രോണരോട് പകപോക്കുന്നത് ഒരു വ്രതമായി കരുതിയ ദ്രുപദൻ പുത്രലാഭത്തിനു വേണ്ടി ഒരു യജ്ഞം നടത്തി. ദ്രോണാന്തകനായി ഒരു പുത്രൻ ജനിക്കണമെന്ന് രാജാവ് പ്രാർത്ഥിച്ചുകൊണ്ട് യാഗത്തിനു വേണ്ടതെല്ലാം സംഭരിച്ചു. യാജൻ എന്നും ഉപയാജൻ എന്നുമെന്നു പേരുള്ള 2 മഹർഷി സഹോദരന്മാരാണ് ഈ യജ്ഞം നടത്തിയത്. യജ്ഞത്തിന്റെ അവസാനത്തിൽ യാജൻ രാജ്ഞിയെ വിളിച്ചു. രാജ്ഞി വന്നു. യാജൻ പറഞ്ഞു, അടുത്തു വരൂ, ഈ ഹവ്യം വാങ്ങി ഭക്ഷിക്കൂ, നിനക്ക് 2 മക്കളുണ്ടാവും. പുത്രലാഭത്തിന് ഞാൻ ശുദ്ധയായിട്ടില്ല. ദേഹശുദ്ധി വരുത്തി ഉടനെ എത്താം, അല്പം നിന്നാലും. രാജ്ഞി ഇത്രയും പറഞ്ഞിട്ട് പോകുവാൻ ഭാവിച്ചു. അപ്പോൾ യാജൻ പറഞ്ഞു, ഹേ രാജ്ഞി, യാജൻ പാകം ചെയ്ത ഹവ്യമാണിത്. ഉപയാജൻ ജപിച്ചതുമാണ്. നീ പോയാലും കൊള്ളാം, നിന്നാലും കൊള്ളാം. ഇതിന്റെ ഫലം ഉടനെ ഉണ്ടാകുന്നതാണ്. ഇത്രയും പറഞ്ഞിട്ട് യാജൻ ഹവ്യം അഗ്നിയിൽ ഹോമിച്ചു. അപ്പോൾ അഗ്നിയിൽ നിന്ന് കിരീടവും പടച്ചട്ടയും ധരിച്ച് ദേവസന്നിഭനായ ഒരു കുമാരൻ പൊന്തി വന്നു. ഘോരരൂപനായ അവന്റെ ചുറ്റും പ്രകാശം പരന്നിരുന്നു.
ആ കുമാരൻ ഉടൻ തന്നെ വാളും വില്ലും അമ്പുമെടുത്ത് അട്ടഹാസം മുഴക്കിക്കൊണ്ട് തേരിൽ കയറി അവിടെയെല്ലാം ചുറ്റി സഞ്ചരിച്ചു. കണ്ടു നിന്നവരെല്ലാം ആശ്ചര്യത്തോടെ ഹർഷാരവമുണ്ടാക്കി. അപ്പോൾ ഒരശരീരി കേട്ടു, ഇവൻ പാഞ്ചാലരുടെ യശസ് വർദ്ധിപ്പിക്കും, രാജാവിൻ്റെ ദുഃഖവും ഭയവും തീർക്കും, ദ്രോണനെ കൊല്ലുവാൻ ജനിച്ചവനാണിവൻ. യാഗമധ്യത്തിൽ നിന്ന് രണ്ടാമതൊരു കന്യക ഉയർന്നു വന്നു. തേജസ്വിയായ അവൾക്ക് അമാനുഷികമായ സൗന്ദര്യമുണ്ടായിരുന്നു. കറുത്തു നീണ്ട് കുവലയ നയനങ്ങളും അതിസുന്ദരമായ ചില്ലിക്കൊടിയും ചുരണ്ട കേശഭാരവും കൊണ്ട് അനുഗ്രഹീതയായ അവൾ സുരസുന്ദരിമാരെ പോലും തോൽപ്പിക്കുന്ന ലാവണ്യവതിയായിരുന്നു. അവളിൽ നിന്ന് താമരപ്പൂവിൻ്റെ ഗന്ധം അവിടെയെല്ലാം പരന്നു. ഇതെല്ലാം കണ്ടുകൊണ്ടു നിന്നിരുന്ന രാജ്ഞിക്ക് ഒരാഗ്രഹം, ഇവർ തന്നെയല്ലാതെ മറ്റാരെയും അമ്മയെന്ന് വിളിക്കരുത്, ഇവരുടെ അമ്മ താൻ തന്നെ ആയിരിക്കണമെന്ന്. അങ്ങനെ ആവട്ടെ എന്ന് അനുഗ്രഹിച്ചിട്ട് യാചൻ അവർക്ക് യഥാക്രമം ദൃഷ്ടദ്യുമ്നൻ, അതായത് പ്രഗത്ഭനായി വിഭൂഷണങ്ങളോടുകൂടി ജനിച്ചവനെന്നും കൃഷ്ണ, അതായത് കറുത്ത നിറമുള്ളവൾ എന്നും പേരിട്ടു. അങ്ങനെ യജ്ഞത്തിൽ നിന്ന് ദ്രുപദന് ലഭിച്ച 2 സന്താനങ്ങളാണ് ദൃഷ്ടദ്യുമ്നനും കൃഷ്ണയും. തങ്ങളുടെ ഗുരുഭൂതനായ ദ്രോണനെ വധിക്കുന്നതിന് വേണ്ടിയായിരുന്നു ദൃഷ്ടദ്യുമ്നൻ ജനിച്ചിരിക്കുന്നതെന്നറിഞ്ഞപ്പോൾ ഗുരുഭക്തരായ പാണ്ഡവന്മാരുടെ ഹൃദയം വേദനിച്ചു. എങ്കിലും അതൊന്നും അവർ പുറത്തു കാണിച്ചില്ല. അടുത്ത ദിവസം കുന്തിദേവിയും പുത്രന്മാരും പാഞ്ചാലത്തിലേക്ക് പുറപ്പെട്ടു. യാത്രക്കിടയിൽ അവർ ഗംഗയിലുള്ള ശിവതീർത്ഥസ്ഥാനത്തെത്തി. നേരം ഇരുട്ടിത്തുടങ്ങിയിരുന്നു. അർജുനൻ ഒരു പന്തം കത്തിപ്പിച്ചു പിടിച്ച് മുന്നിൽ നടന്ന് വെളിച്ചം കാട്ടി. ഒരു ഗന്ധർവൻ അനേക സ്ത്രീകളോടും കൂടി ജലക്രീഡ നടത്തിക്കൊണ്ടിരുന്ന സ്ഥലത്തിന്റെ അടുത്തേക്ക് കൂടിയാണ് പാണ്ഡവന്മാർ നടന്നിരുന്നത്. ഗന്ധർവൻ കോപിച്ചു. അവൻ പറഞ്ഞു, സന്ധ്യാകാലത്ത് മനുഷ്യന് യാത്ര ചെയ്യുവാൻ അനുവാദമില്ല. ആ സമയം യക്ഷ രക്ഷോ ഗന്ധർവന്മാർക്കുള്ള സഞ്ചാരകാലമാണ്. കുബേരന്റെ സുഹൃത്താണ് ഞാൻ. ഇവിടെ ക്രീഡിക്കുന്ന സമയത്ത് ആരും ഇതുവഴി വരാറില്ല. നിങ്ങൾ ആരാണ്? അർജുനൻ മറുപടി പറഞ്ഞു, സമുദ്രം, ഹിമവൽ പാർശ്വം, ഗംഗാനദി ഇവയിലൊക്കെ പകലും രാത്രിയും സന്ധ്യയും നോക്കി വേണം പ്രവേശിക്കാനെന്ന് പറയുന്ന നീ മൂഢനാണ്. സ്വർഗം നൽകുന്ന ഈ ഗംഗ ആരുടെയും സ്വകാര്യ സ്വത്തല്ല. നിന്റെ വിൺവാക്ക് കേട്ട് ഭയപ്പെടുന്ന ഭീരുക്കളല്ല ഞങ്ങൾ. ഇത് കേട്ട് ഉടൻ തന്നെ ഗന്ധർവൻ പാണ്ഡവരുടെ നേർക്ക് ബാണങ്ങൾ അയച്ചു. അർജുനൻ അതെല്ലാം തന്റെ കയ്യിലിരുന്ന പന്തം കൊണ്ടും പരിച കൊണ്ടും തടുത്തു. എന്നിട്ട് ഗന്ധർവന്റെ നേർക്ക് ജ്വലിക്കുന്ന ആഗ്നേയാസ്ത്രം വിട്ടു. അതവന്റെ തേര് ചുട്ടരിച്ചു. അവൻ താഴെ വീണു. അർജുനൻ ഉടൻ തന്നെ അവന്റെ തലമുടിക്ക് ചുറ്റിപ്പിടിച്ച് വലിച്ചു വെച്ച് ധർമ്മപുത്രന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ടു. അവനെ കൊല്ലുവാനായി വാളൂരി. ഇത് കണ്ട് ഗന്ധർവന്റെ ഭാര്യ ഓടി വന്ന് യുധിഷ്ഠിരന്റെ പാദങ്ങൾ വീണ് തന്റെ ഭർത്താവിനെ രക്ഷിക്കണേ എന്ന് അഭ്യർത്ഥിച്ചു. യുധിഷ്ഠിരൻ പറഞ്ഞു, പോരിൽ തോറ്റു മാനം കെട്ട ഇവന്റെ ജീവന് വേണ്ടി അപേക്ഷിക്കുന്ന ഈ സ്ത്രീയെ മാനിക്കണം. ഉണ്ണി, ഇവനെ വിട്ടയക്കൂ. അർജുനൻ വാൾ ഉറയിലിട്ടിട്ട് പറഞ്ഞു, ഹേ ഗന്ധർവ, പൊയ്ക്കൊള്ളുക. കുരുരാജാവായി യുധിഷ്ഠിരൻ നിനക്ക് അഭയം നൽകിയിരിക്കുന്നു. ഗന്ധർവൻ വിഷണ്ണനായി. വില്ലാളി വീരനായ അർജുനനോടാണ് താൻ തോറ്റതെന്നറിഞ്ഞപ്പോൾ എന്റെ തോൽവിയിൽ ഞാൻ കുണ്ഠിതപ്പെടുന്നില്ല. എനിക്കായി അറിവുള്ള ചാക്ഷുക്കി മന്ത്രവിദ്യ അർജുനനെ പഠിപ്പിക്കുവാൻ എനിക്കിപ്പോൾ അവസരം ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ധന്യനാണ്. ചാക്ഷുക്കി മന്ത്രവിദ്യ കൊണ്ട് ഒരാൾക്ക് 3 ലോകത്തിലുമുള്ള എന്ത് കാണണമെന്ന് ആഗ്രഹിച്ചാലും അത് കാണുവാൻ കഴിയും. ഇതുകൊണ്ടാണ് ഗന്ധർവന്മാർ മനുഷ്യരെക്കാൾ ശ്രേഷ്ഠരായത്. ഈ മന്ത്രവിദ്യ കൂടാതെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദേവലോകത്തുണ്ടായ 100 കുതിരകളെ കൂടി ഞാൻ തരുന്നതാണ്. എത്ര ജോലി ചെയ്താലും ഒരിക്കലും ക്ഷീണം തട്ടാത്ത അശ്വങ്ങളാണവ. അർജുനൻ പറഞ്ഞു, വിത്തം, വിദ്യ, ശാസ്ത്രം എന്നിവ ദാനമായി സ്വീകരിക്കുവാൻ എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ നിനക്ക് ആഗ്നേയാസ്ത്രം ഉപദേശിച്ചു തരാം. അതിന് പകരമായി നീ പറഞ്ഞതൊക്കെ തന്നാൽ മതി. ഗന്ധർവൻ അപ്രകാരം സമ്മതിച്ചു. കുതിരകളെ ആവശ്യമുള്ളപ്പോൾ നൽകിക്കൊള്ളാമെന്നും അതുവരെ താൻ തന്നെ സൂക്ഷിച്ചു കൊള്ളാമെന്നും ഗന്ധർവൻ സമ്മതിച്ചു. അവർ ഉറ്റ സുഹൃത്തുക്കളായിരിക്കുവാനും തീരുമാനിച്ചു. തങ്ങൾക്ക് ദേവജ്ഞനായ ഒരു പുരോഹിതന്റെ ആവശ്യമുണ്ടെന്നും അതിനു പറ്റിയ ആൾ ഗന്ധർവന്റെ അറിവിലുണ്ടോ എന്നും പാണ്ഡവന്മാർ ആരാഞ്ഞു. അവിടെയെടുത്ത് ഉൽക്കോചകം എന്ന തീർത്ഥത്തിൽ ധൗമ്യൻ എന്ന ദേവജ്ഞനായ തപോധനൻ പാർക്കുന്നുണ്ടെന്നും അദ്ദേഹം പാണ്ഡവന്മാർക്ക് യോജിച്ച പുരോഹിതനായിരിക്കുമെന്നും ഗന്ധർവൻ അറിയിച്ചു. പാണ്ഡവന്മാർ ഗന്ധർവനോട് യാത്ര പറഞ്ഞ് ഉൽക്കോചക തീർത്ഥത്തിലേക്ക് പോയി. ധൗമ്യനെ കണ്ട് തങ്ങളുടെ പുരോഹിതനായിരിക്കണമെന്ന് അപേക്ഷിച്ചു. ധൗമ്യൻ അത് സമ്മതിച്ചു. അദ്ദേഹം പാണ്ഡവരുടെ പുരോഹിതനും ഗുരുവുമായി തീർന്നു.
വിശിഷ്ടനും ധർമ്മജ്ഞനുമായ ദൗമ്യന്റെ പൗരോഹിത്യം ലഭിച്ചപ്പോൾ തങ്ങൾ എല്ലാ കാര്യത്തിലും വിജയിക്കുമെന്ന് പാണ്ഡവന്മാർ വിശ്വസിച്ചു. ദൗമ്യനോടൊത്ത് കുന്തിദേവിയും പുത്രന്മാരും പാഞ്ചാല രാജ്യത്തേക്ക് യാത്രയായി. വഴിയിൽ വെച്ച് പാഞ്ചാലത്തേക്ക് പോകുന്ന അനേകം ബ്രാഹ്മണരെ കണ്ടു. അവരെല്ലാം പാഞ്ചാലിയുടെ സ്വയംവര ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ പോകുന്നവരായിരുന്നു. പാണ്ഡവരും അവരോടുകൂടെ കൂടി. എല്ലാവരും പാഞ്ചാലത്തിലെത്തി. കുശവന്മാർ പണിയെടുക്കുന്ന ഒരു ശാലയിലാണ് പാണ്ഡവന്മാർ തങ്ങിയത്. ബ്രാഹ്മണ വേഷത്തിലായിരുന്നു അവർ ഭിക്ഷ വാങ്ങി കഴിച്ചത്. അവരെ ആരും തിരിച്ചറിഞ്ഞില്ല. വീരശൂര പരാക്രമിയായ അർജുനനെ തന്റെ ജാമാതാവാക്കിയാണ് അർജുനനോടുള്ള പക പോക്കുവാൻ ദ്രുപദൻ ആഗ്രഹിച്ചത്. അതിൻ പ്രകാരം അർജുനനെ കൊണ്ട് കൃഷ്ണയെ കല്യാണം കഴിപ്പിക്കുവാൻ എന്താണ് മാർഗമെന്നുള്ള ആലോചനയായി ദ്രുപദന്. പാണ്ഡവന്മാർ അരക്കില്ലത്തിന് തീ പിടിച്ചു മരിച്ചുപോയെന്നുള്ള വാർത്ത ദ്രുപദൻ വിശ്വസിച്ചില്ല. അവർ ജീവിച്ചിരിപ്പുണ്ടെന്നും വനാന്തരങ്ങളിൽ സഞ്ചരിക്കുന്നുണ്ടെന്നും അദ്ദേഹം എങ്ങനെയോ ധരിച്ചു. അദ്ദേഹം അവരെ പലയിടങ്ങളിലും അന്വേഷിച്ചു. എന്നാൽ ഒരു വിവരവും ലഭിച്ചില്ല. അവർ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ സ്വയംവരത്തിൽ പങ്കെടുക്കുവാൻ വരുമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഒരു വീര പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൃഷ്ണയുടെ വിവാഹം നടത്തുവാൻ തീരുമാനിച്ചത്. ഈ വിവരം അദ്ദേഹം എല്ലായിടത്തും പ്രചരിപ്പിക്കുകയും ചെയ്തു. സാധാരണക്കാർക്ക് ആർക്കും കുലയ്ക്കുവാൻ കഴിയാത്ത ഒരു വലിയ വില്ല് ദ്രുപദൻ തീർപ്പിച്ചു. അത്ഭുതമായി ആകാശത്തിൽ നിന്ന് കറങ്ങുന്ന ഒരു യന്ത്രവും ആ യന്ത്രത്തിന്റെ ഉള്ളിലായി ഒരു കൃത്രിമ കിളിയെയും നിർമ്മിച്ചു. എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുന്ന യന്ത്രത്തിൽ അമ്പുകൾ കടന്നു പോകത്തക്ക വലുപ്പത്തിലുള്ള സുഷിരങ്ങൾ ഉണ്ടായിരുന്നു. വില്ലിൽ ഞാൻ കെട്ടിമുറുക്കി 5 ബാണങ്ങൾ ഒരേ സമയത്ത് എയ്യണം. അവ യന്ത്രത്തെ സ്പർശിക്കാതെ സുഷിരത്തിൽ കൂടി കടന്ന് യന്ത്രത്തിന്റെ ഉള്ളിൽ കിടന്ന് ലക്ഷ്യം കൊണ്ട് കിളിയെ താഴെ വീഴ്ത്താം. അങ്ങനെ വീഴ്ത്തുന്ന ആളിന് ദ്രൗപദിയെ വിവാഹം ചെയ്തു കൊടുക്കും. കൃഷ്ണയുടെ മറ്റൊരു പേരായിരുന്നു ദ്രൗപദി. ദ്രുപദൻ ഈ കാര്യങ്ങളെല്ലാം നേരത്തെ വിളംബരം ചെയ്തിരുന്നു. സ്വയംവര ആഘോഷം 16 ദിവസം നീണ്ടുനിന്നു. അതൊരു ഉത്സവം തന്നെയായിരുന്നു. ആദ്യത്തെ 16 ദിവസങ്ങളിൽ പാട്ടും കളിയും മറ്റനേകം കലാപരിപാടികളും ഉണ്ടായിരുന്നു. 16-ാം ദിവസമാണ് പാഞ്ചാലിയുടെ സ്വയംവര കർമ്മം നിശ്ചയിച്ചിരുന്നത്. ദ്രൗപദിയുടെ സൗന്ദര്യത്തെയും സൗശീല്യത്തെയും കുറിച്ച് അറിഞ്ഞിരുന്ന നാനാരാജ്യങ്ങളിലുമുള്ള രാജാക്കന്മാർ അവളുടെ കരം ഗ്രഹിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ സ്വയംവരത്തിനെത്തി. സ്വയംവരം കാണുവാൻ മുനിമാരും ബ്രാഹ്മണരും മറ്റു പ്രശസ്ത വ്യക്തികളും വന്നു ചേർന്നു. ഇതിനു പുറമെ നഗരവാസികളും ധാരാളമായി തടിച്ചുകൂടി. കെങ്കേകമായി അലങ്കരിച്ചിരുന്ന വിവാഹപ്പന്തലിൽ താങ്കൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള സ്ഥാനങ്ങളിൽ എല്ലാവരും ഉപവിഷ്ടരായി. രാജാക്കന്മാർ പ്രത്യേക മഞ്ചത്തിലാണ് ഇരുന്നത്. അതിനു മുമ്പിലായി യന്ത്രവും യന്ത്രക്കിളിയും പ്രതിഷ്ഠിച്ചിരുന്നു. അതിന്റെ ചുവട്ടിലായി വില്ലും അമ്പുകളും വെച്ചിരുന്നു. എല്ലാവരും ആസനസ്ഥരായി കഴിഞ്ഞപ്പോൾ ദൃഷ്ടദ്യുമ്നൻ സർവാഭരണ വിഭൂഷിതയായ തന്റെ സഹോദരി കൃഷ്ണയെ വിവാഹ മണ്ഡപത്തിലേക്ക് ആനയിച്ചു. തോഴിമാരുടെ അകമ്പടിയോടെ കയ്യിൽ വരുണമാലയുമായി അവൾ മന്ദം മന്ദം നടന്ന് രാജാക്കന്മാർ ഇരിക്കുന്ന മഞ്ചത്തിന്റെ മുന്നിലെത്തി. ദൃഷ്ടദ്യുമ്നൻ എല്ലാവരോടുമായി പറഞ്ഞു, ഇതാ വില്ലൻ ലക്ഷ്യവും ബാണങ്ങളും. യന്ത്രത്തിന്റെ പഴുതിലൂടെ ഒരേ സമയത്ത് 5 ബാണങ്ങൾ എയ്ത് ലക്ഷ്യം ഭേദിക്കുന്നവന് എന്റെ സഹോദരി കൃഷ്ണയെ ഭാര്യയായിട്ട് ലഭിക്കും. പിന്നീട് ദൃഷ്ടദ്യുമ്നൻ അവിടെ കൂടിയിരിക്കുന്ന രാജാക്കന്മാർ ആരൊക്കെയാണെന്ന് തന്റെ സഹോദരിക്ക് വിവരിച്ചു കൊടുത്തു. ദുര്യോനാദികളായ ധാർത്തരാഷ്ട്രന്മാരെയെല്ലാം കർണനോടും കൂടി അവിടെ എത്തിയിരുന്നു. ശകുനി ഉൾപ്പെടെ ഗാന്ധാര രാജാവിന്റെ പുത്രന്മാരുമെല്ലാം ഉണ്ട്. സർവശസ്ത്ര പടുക്കളായ അശ്വത്ഥാമാവും ഭോജനമുണ്ട്. വിരാട രാജാവും പുത്രന്മാരുമുണ്ട്. സുഖേതവുമുണ്ട്. കലിംഗനുമുണ്ട്. മദ്രരാജാവുമുണ്ട്. വൃഷ്ണി പുങ്കുവന്മാരുമുണ്ട്. കോസലാധിപനുണ്ട്. ശിശുപാലനുണ്ട്. ജരാസന്ധനുണ്ട് എന്നുവേണ്ട ഭാരതക്ഷിതിലുള്ള എല്ലാ രാജാക്കന്മാരും എത്തിയിട്ടുണ്ട്. ആർക്കാണ് ദേവസുന്ദരിയായ ദ്രൗപദിയെ വേണ്ടാത്തത്? അങ്ങനെ രാജാക്കന്മാരുടെ വിവരണം നടത്തിയിട്ട് അവസാനം ദൃഷ്ടദ്യുമ്നൻ സോദരിയോട് പറഞ്ഞു, ഭദ്രേ, ലോകപ്രസിദ്ധരായ ഈ ക്ഷത്രിയരെല്ലാം നിന്നെ കാംക്ഷിച്ചു വന്നവരാണ്. ഇവരിൽ ലക്ഷ്യം ഭേദിച്ച് യന്ത്രക്കിളിയെ വീഴ്ത്തുന്ന രാജാവിനെ നീ വരിക്കണം. നിശബ്ദമായിരുന്ന സദസ്സിൽ വീണ്ടും വാദ്യാഘോഷങ്ങൾ മുഴങ്ങി. രാജാക്കന്മാരുടെ നിരയിൽ നിന്നുണ്ടായ ചലനങ്ങളും ആകാംക്ഷാഭരിതരായ കാഴ്ചക്കാരിൽ നിന്നുണ്ടായ കുശുകുശുക്കുകളും കൊണ്ട് വിവാഹമണ്ഡപം സജീവമായി. ഇതിൽ ചില രാജാക്കന്മാർ കേവലം കാഴ്ചക്കാരായി ദ്രുപദന്റെ ക്ഷണം സ്വീകരിച്ച് അതിനായി മാത്രം ആ സ്വയംവരത്തിൽ പങ്കെടുത്തിരുന്നു. അതിൽ പ്രമുഖനായി കണ്ടപ്പെട്ടത് ദ്വാരകാനാഥനായ സാക്ഷാൽ ശ്രീകൃഷ്ണനും അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ ബലരാമനുമായിരുന്നു. അവരുടെ കണ്ണുകൾ ആ സദസ്സിനെയെല്ലാം പരതി നടന്നു. ത്രിലോകനാഥനായിരുന്ന സാക്ഷാൽ നാരായണനായിട്ടുള്ള കൃഷ്ണൻ
ബ്രാഹ്മണരുടെ ഇടയിലിരുന്നിരുന്ന പാണ്ഡവന്മാരെ അനായാസേനെ കണ്ടുപിടിച്ചു. തന്റെ സമീപത്തിരുന്ന ജ്യേഷ്ഠനെ വിവരമറിയിക്കുകയും ചെയ്തു. ദ്രൗപദിയെ സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന മറ്റു രാജാക്കന്മാരൊന്നും പാണ്ഡവരെ കണ്ടില്ല. രാജാക്കന്മാർ ഓരോരുത്തരായി എഴുന്നേറ്റ് വില്ലെടുത്ത് കുലയ്ക്കുവാൻ ശ്രമിച്ചു. ദുര്യോധനൻ, ശകുനി, അശ്വത്ഥാമാവ്, ശല്യൻ, വിദേഹൻ, ശിശുപാലൻ, ജരാസന്ധൻ തുടങ്ങി പേരുകേട്ട രാജപുങ്കുവന്മാരെല്ലാം ശ്രമിച്ചിട്ടും അവർക്കാർക്കും വില്ല് കുലയ്ക്കുവാൻ പോലും കഴിഞ്ഞില്ല. ശ്രമത്തിനിടയിൽ വില്ലിന്റെ അഗ്രഭാഗം കൊണ്ട് ചിലരുടെ കിരീടം തെറ്റിത്തെറിച്ചു വീണു. ചിലരുടെ വസ്ത്രങ്ങൾ അഴിഞ്ഞു. ചിലർ തെറിച്ച് നിലത്ത് വീണു. ചിലർ മുട്ടുകുത്തി. ചിലർക്ക് വില്ല് താങ്ങി നിർത്തുവാൻ കഴിയാത്തതുകൊണ്ട് അത് അവരുടെ ശരീരത്തിൽ തന്നെ പതിച്ചു. എന്തിനേറെ പറയുന്നു, എല്ലാ രാജാക്കന്മാരും തോറ്റ് തുന്നം പാടി. രാജാക്കന്മാർ ലജ്ജിതരായി അവരുടെ ശ്രമം ഉപേക്ഷിച്ചു. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന കർണൻ ഇരുന്നിരുന്ന പീഠത്തിൽ നിന്ന് എഴുന്നേറ്റ് സ്വത്വസിദ്ധമായ ഗാംഭീര്യത്തോടെ നടന്നു ചെന്ന് ശ്രമരഹിതമായി വില്ല് പൊക്കിയെടുത്തു. അനായാസനെ അവൻ അത് കുലച്ചു. 5 ബാണങ്ങൾ അതിൽ തൊടുത്തു. ഇതെല്ലാവരിലും ആശ്ചര്യമുളവാക്കി. ഇവൻ ലക്ഷ്യം ഭേദിക്കുമെന്ന് എല്ലാവർക്കും തോന്നി. വില്ലുകുലച്ച ബാണങ്ങളും തൊടുത്തു നിൽക്കുന്ന കർണനെയും കണ്ടയുടൻ ദ്രൗപദി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, സൂതപുത്രനെ ഞാൻ വരിക്കുകയില്ല. ഇത് കേട്ടപ്പോൾ അപമാനഭാരം കൊണ്ട് കർണന്റെ തലകുനിഞ്ഞു. വില്ലവന്റെ കയ്യിൽ നിന്ന് വഴുതി വീണു. അവൻ ആരുടെയും മുഖത്തു നോക്കാതെ ഇരിപ്പിടത്തിലേക്ക് മടങ്ങി. കെങ്കേമന്മാരായ പല രാജാക്കന്മാരുടെയും അനുഭവം നേരിട്ട് കണ്ട മറ്റു രാജാക്കന്മാർക്ക് വില്ലിന്റെ അടുത്തേക്ക് പോകുവാൻ തന്നെ ഭയമായി. പാഞ്ചാലി കാമികളെല്ലാം നിരാശരായി മൗനികളായി മാറി. രംഗം മിക്കവാറും ശാന്തമായി. എല്ലായിടത്തും നിശബ്ദത പരന്നു. അപ്പോൾ ബ്രാഹ്മണ സമൂഹത്തിന്റെ മധ്യത്തിലിരിക്കുന്ന അർജുനൻ എഴുന്നേറ്റു. ഇത് കണ്ടപ്പോൾ ബ്രാഹ്മണർ മാതോലും ഉത്തരീയവും മാറ്റി വീശി ആർത്തു വിളിച്ചു. അർജുനൻ രംഗവേദിയിലെത്തി. ഇത് കണ്ട് ക്ഷത്രിയരെല്ലാം പുച്ഛത്തോടെ ചിരിച്ചു. വീരന്മാരും അഭ്യാസികളുമായ എല്ലാ ക്ഷത്രിയന്മാരും തോറ്റു മടങ്ങിയെടുത്ത് ഒരു ബ്രാഹ്മണനാണോ വിജയിക്കുവാൻ പോകുന്നത്? ഇതായിരുന്നു അവരുടെ ചിന്ത. തന്റെ ചുറ്റും ആക്ഷേപങ്ങളും ആശംസകളും നിറഞ്ഞ സ്വരങ്ങൾ മുഴങ്ങിയെങ്കിലും അർജുനൻ അതൊന്നും കാര്യമായി ഗൗനിച്ചില്ല. അവൻ ഭക്തിയോടെ വില്ലിനെ വലം വെച്ചു. ദേവനും വരദനുമായ ഈശ്വരനെ ശിരസാ നമിച്ചു. ശ്രീകൃഷ്ണനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വില്ലെടുത്തു. ഒരു പുഷ്പം കയ്യിലെടുക്കുന്നത് പോലെ യജ്ഞരഹിതമായി വില്ലെടുക്കുന്നത് കണ്ടപ്പോൾ കാഴ്ചക്കാർ അമ്പരന്നു നോക്കി നിന്നു. വില്ല് കുലയ്ക്കുന്നതിന് അർജുനൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. വില്ല് കുലച്ചു. 5 ശരങ്ങളും അതിന്മേൽ തൊടുത്തു. ലക്ഷ്യം നോക്കി ഞാണു വലിച്ചു. അമ്പുകൾ എയ്തു. നിമിഷങ്ങൾക്കുള്ളിൽ യന്ത്രക്കിളി താഴെ വീണു. ജനങ്ങൾ ഉച്ചത്തിൽ ആർപ്പ് വിളിച്ചു. ബ്രാഹ്മണ സമൂഹം ഹർഷാരവം മുഴക്കി. വിവാഹ മണ്ഡപം മുഴുവൻ ആർത്തിരമ്പുന്ന ആഴി പോലെ മുഖരിതമായി. സ്വയംവരത്തിനെത്തിയ രാജാക്കന്മാരുടേതൊഴികെ മറ്റെല്ലാവരുടെയും ഹൃദയത്തിലും ആഹ്ലാദം അലയിടിച്ചു. ആകാശത്തിന്റെ മുഴക്കം കേട്ടു. ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തു. ദുന്ദൂബിനാദം മുഴങ്ങി. യന്ത്രക്കിളിയെ എയ്തു വീഴ്ത്തിയ പരാക്രമശാലിയെ ദ്രൗപദി സ്നേഹ ബഹുമാനങ്ങളോടെ നോക്കി മന്ദഹസിച്ചു. അവൾ മന്ദം മന്ദം അർജുനന്റെ അടുത്തെത്തി. ആ യുവകേസരിയുടെ കഴുത്തിൽ വർണ്ണമാല്യം ചാർത്തി. ക്ഷത്രിയരായ തങ്ങളെയെല്ലാം ക്ഷണിച്ചു വരുത്തിയ ശേഷം ദ്രൗപദിയെ ഒരു വിപ്രന് നൽകി തങ്ങളെ അധിക്ഷേപിച്ചുവെന്ന് പറഞ്ഞുകൊണ്ട് രാജാക്കന്മാർ ദ്രുപദനെ ആക്രമിക്കുവാൻ ഒരുമ്പിട്ടു. അനേകം രാജാക്കന്മാർ ഒത്തുചേർന്ന് അപ്രതീക്ഷിതമായി തന്നെ ആക്രമിക്കുവാൻ ഒരുമ്പിടുന്നത് കണ്ടപ്പോൾ ദ്രുപദൻ അന്താളിച്ചു. ഭയവിഹുല്ലനായ അദ്ദേഹം എന്തു ചെയ്യണമെന്നറിയാതെ ഇതിഹൃത്താവി മൂഢനായി നിന്നു. ഒന്നും കൊണ്ടും ഭയപ്പെടേണ്ടെന്നും താൻ രാജാക്കന്മാരെ നേരിട്ടുകൊള്ളാമെന്നും പറഞ്ഞ് അർജുനൻ ദ്രുപദനെ സമാധാനിപ്പിച്ചു. പാർത്ഥൻ അവിടെ തന്നെ ഉണ്ടായിരുന്ന വില്ല് കയ്യിലെടുത്തു. അപ്പോഴേക്കും ഭീമൻ ഒരു തൂണ് പിഴുതെടുത്ത് ഗതയാക്കി കയ്യിലെടുത്തു. അങ്ങനെ ഒരു നിൽപ്പങ്ങ് നിന്നു. അല്പനേരത്തേക്ക് കല്യാണ മണ്ഡപം ഒരു യുദ്ധക്കളമായി മാറി. തന്നോട് ഏറ്റുമുട്ടിയ കർണനെ അർജുനൻ വെള്ളം കുടിപ്പിച്ചു. തന്നെ ഇത്രത്തോളം ക്ഷീണിപ്പിച്ച അവൻ ഒരു കേവല ബ്രാഹ്മണനല്ലെന്ന് നിശ്ചയിച്ചിട്ട് കർണൻ പോരാട്ടത്തിൽ നിന്ന് പിന്മാറി. ഭീമനോട് ഏറ്റുമുട്ടിയ ശല്യനെ ഭീമൻ അനായാസേനെ പൊക്കിയെടുത്തു. ദൂരത്തേക്കെറിഞ്ഞു. അർജുനനും ഭീമനും കാട്ടിയ പരാക്രമങ്ങൾ ആരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. പോരാട്ടം ശക്തമായപ്പോൾ കൃഷ്ണൻ അതിലിടപെട്ടു. അദ്ദേഹം പറഞ്ഞു, ഈ വിവാഹം ധർമാനുസൃതമായിട്ടുള്ളതാണ്. ഇതിൽ യാതൊരു തെറ്റുമില്ല. ദ്രൗപദി ഈ ബ്രാഹ്മണ യുവാവിന്റെ പത്നിയായിരിക്കുന്നു. അദ്ദേഹം എല്ലാവരെയും ശണ്ഠയിൽ നിന്ന് പിന്തിരിപ്പിച്ചു. രാജാക്കന്മാർ പോരിൽ നിന്ന് പിന്മാറി. കുന്തി ദേവിയെ തനിച്ചാക്കിയിട്ടാണ് പാണ്ഡവന്മാർ ഭിക്ഷ വാങ്ങുവാനും സ്വയംവരം കാണുന്നതിനുമായി കാലത്ത് വീട്ടിൽ നിന്ന് പുറപ്പെട്ടത്.
സമയം വൈകിയിട്ടും അവർ മടങ്ങിയെത്താത്തതിൽ കുണ്ഠിതയായ കുന്തിക്ക് രാത്രിയായിട്ടും ഉറക്കം വന്നില്ല. അവർ വിശ്വാസത്തോടെ വീട്ടിലിരിക്കുമ്പോൾ പാണ്ഡവന്മാർ ദ്രൗപദിയുമൊത്ത് പുറത്തു വന്നു. അവർ ഉള്ളിലേക്ക് കടക്കുന്നതിന് മുമ്പായി തന്നെ വിളിച്ചു പറഞ്ഞു, അമ്മേ, ഞങ്ങൾക്ക് ഭിക്ഷ കിട്ടി. അകത്തിരുന്ന കുന്തി ഇത് കേട്ടപ്പോൾ ഭിക്ഷ എന്താണെന്നറിയാതെ പറഞ്ഞു, മക്കളെ, നിങ്ങളെല്ലാവരും ചേർന്ന് അത് അനുഭവിച്ചു കൊള്ളുക. കുന്തി പുറത്തേക്കിറങ്ങി വന്നപ്പോഴാണ് ദ്രൗപദിയെ കണ്ടതും അവളാണ് അവർക്ക് കിട്ടിയ ഭിക്ഷയെന്നും അറിഞ്ഞത്. താൻ പറഞ്ഞത് തെറ്റായി പോയല്ലോ എന്ന് അവർ വിചാരിച്ചു. കുന്തി പാഞ്ചാലിയെ കൈക്ക് പിടിച്ച് വീട്ടിനുള്ളിൽ കയറ്റി. പാഞ്ചാലി സന്തോഷിച്ചു. കുന്തി ധർമ്മപുത്രനെ മാറ്റി നിർത്തി അദ്ദേഹത്തോടായി പറഞ്ഞു, ഭിക്ഷ എന്തെന്നറിയാതെ എല്ലാവരോടും കൂടി അനുഭവിച്ചു കൊള്ളുക എന്ന് ഞാൻ പറഞ്ഞുപോയി. എങ്ങനെയാണ് ഒരുവളെ 5 പേരും കൂടി ഭാര്യയാക്കുന്നത്? അത് ധർമ്മത്തിന് ചേർന്നതാണോ? അതുകൊണ്ട് നീ ഇതിനൊരു പ്രതിവിധി കണ്ടുപിടിക്കണം. എന്റെ വാക്കുകൾ അസത്യമായി വരികയും ചെയ്യരുത്. ധർമ്മപുത്രൻ ആലോചിച്ചു. അദ്ദേഹം അർജുനനെ വിളിച്ചു പറഞ്ഞു, നീയാണ് ദ്രൗപദിയെ നേടിയത്, അതുകൊണ്ട് നീ തന്നെ അവളെ കല്യാണം കഴിക്കുക. അർജുനന് ജ്യേഷ്ഠന്റെ നിർദ്ദേശം സ്വീകാര്യമായില്ല. അമ്മ പറഞ്ഞത് പാലിക്കണമെന്നായിരുന്നു ആ മാതൃവാത്സല്യന്റെ അഭിപ്രായം. അവസാനം ധർമ്മപുത്രൻ അർജുനന്റെ അഭിപ്രായത്തിന് വഴങ്ങി. അവരെല്ലാവരും കൂടി ദ്രൗപദിയെ പാണിഗ്രഹണം ചെയ്യുവാൻ തീരുമാനിച്ചു. ദ്രൗപദിയെയും കൊണ്ടുപോയ പാണ്ഡവന്മാരുടെ പിന്നാലെ ദൃഷ്ടദ്യുമ്നൻ അവരറിയാതെ പിന്തുടരുന്നുണ്ടായിരുന്നു. പാണ്ഡവന്മാർ കുശാവാലയത്തിൽ പ്രവേശിച്ചപ്പോൾ ദൃഷ്ടദ്യുമ്നൻ ഒളിഞ്ഞു നിന്ന് അവരുടെ സംസാരം ശ്രദ്ധിച്ചു. അതിൽ നിന്ന് ഇവർ ബ്രാഹ്മണനല്ലെന്നും ക്ഷത്രിയരാണെന്നും മനസ്സിലായി. അദ്ദേഹം കൊട്ടാരത്തിൽ മടങ്ങിയെത്തി ദ്രുപദനെ വിവരമറിയിച്ചു. അടുത്ത ദിവസം ദ്രുപദൻ ഒരു പുരോഹിതനെയും ദൂതനെയും പാണ്ഡവന്മാരുടെ അടുക്കിലേക്ക് അയച്ച് അവരെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. അവർ താമരപ്പൂക്കൾ പതിച്ച രഥത്തിൽ കയറി പാഞ്ചാല രാജാവിന്റെ കൊട്ടാരത്തിലെത്തി. പാഞ്ചാലിയുടെ കയ്യും പിടിച്ച് കുന്തി ദ്രുപദന്റെ അന്തഃപുരത്തിലേക്ക് കടന്നു. അന്തഃപുര സ്ത്രീകൾ ആദരവോടെ കുന്തിയെ വന്ദിച്ചു. പാണ്ഡവന്മാരൻ രാജോചിതമായ പ്രൗഢിയോടെ കൊട്ടാരത്തിൽ പ്രവേശിച്ചു. അവരെ കണ്ടവരെല്ലാം അവരുടെ ആകാര സുഷമയിലും പ്രഭാവത്തിലും ആകൃഷ്ടരായി. തങ്ങൾ ആരാണെന്നുള്ള യഥാർത്ഥ വിവരം യുധിഷ്ഠിരൻ ദ്രുപദനെ അറിയിച്ചു. ദ്രുപദനുണ്ടായ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. കൃഷ്ണയെ അർജുനന് നൽകി അയാൾ ജാമാതാവാക്കണമെന്നുള്ള തന്റെ ആഗ്രഹം സഫലമായെന്ന് കണ്ടപ്പോൾ ദ്രുപദൻ ആനന്ദസാഗരത്തിൽ ആറാടി. നഷ്ടപ്പെട്ട രാജ്യം വീണ്ടെടുക്കുന്നതിന് എല്ലാ സഹായവും നൽകുമെന്ന് ദ്രുപദൻ ഉറപ്പ് നൽകി. അനന്തരം വിവാഹകാര്യത്തെപ്പറ്റി ആലോചിച്ചു. ദ്രുപദൻ പറഞ്ഞു, ഒരു ശുഭമുഹൂർത്തത്തിൽ അർജുനൻ ദ്രൗപദിയെ വിവാഹം കഴിക്കട്ടെ. യുധിഷ്ഠിരൻ പറഞ്ഞു, രാജാവേ, ഞാൻ അവിവാഹിതനാണ്, എനിക്കും ഒരു വിവാഹം ആവശ്യമാണ്. ദ്രുപദൻ പറഞ്ഞു, അതിനെന്താ, എന്റെ പുത്രിയെ ഭവാൻ വിവാഹം ചെയ്താലും മതി. യുധിഷ്ഠിരൻ പറഞ്ഞു, ഞങ്ങൾ 5 പേർക്കും കൃഷ്ണ ഒരുപോലെ പത്നിയായിരിക്കും. അങ്ങനെയാണ് ഞങ്ങളുടെ അമ്മ പറഞ്ഞിരിക്കുന്നത്. ഈ നിശ്ചയം ഉപേക്ഷിക്കുവാൻ സാധ്യമല്ല. അഗ്നിസാക്ഷിയായി ഞങ്ങളുടെ എല്ലാവരുടെയും കരം അവൾ ഗ്രഹിക്കണം. ദ്രുപദൻ ഇത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. അദ്ദേഹം പറഞ്ഞു, ഭവാൻ എന്താണ് പറയുന്നത്? ഒരുത്തന് പല ഭാര്യമാരാകാമെന്ന് വിധിച്ചിട്ടുണ്ട്, എന്നാൽ ഒരുത്തിക്ക് പല ഭർത്താക്കന്മാരാകാമെന്ന് ഒരിടത്തും വിധിച്ചിട്ടില്ല. ധർമാത്മാവായ ഭവാൻ അധർമ്മം ചെയ്യുവാനാണെന്നാണോ ഭാവം? യുധിഷ്ഠിരൻ പറഞ്ഞു, ധർമ്മത്തിന്റെ രൂപം വളരെ ഗൂഢമാണ്. ഞങ്ങളുടെ അമ്മയുടെ വാക്ക് ഞങ്ങൾക്ക് പാലിക്കണം. അത് ഞങ്ങളുടെ ധർമ്മമാണ്. ഭവാൻ ലേശവും സംശയിക്കേണ്ട. ദ്രുപദൻ ആകെ കുഴങ്ങി. എന്തു ചെയ്യണമെന്ന് അദ്ദേഹത്തിന് ഒരു രൂപവുമില്ലാതെയായി. അപ്പോൾ യാദൃശ്ചികമായി വേദവ്യാസൻ അവിടെ എത്തി. എല്ലാവരും അദ്ദേഹത്തെ ബഹുമാനിച്ച് ആദരിച്ച് പൂജിച്ച് സ്വീകരിച്ചു. കുശല പ്രശ്നങ്ങൾക്ക് ശേഷം ദ്രുപദൻ കൃഷ്ണയുടെ വിവാഹകാര്യം മഹർഷിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് ചോദിച്ചു, പലർക്കും കൂടി ഒരു പത്നി എന്നുള്ളത് ധർമാനുസൃതമാണോ? ഭവാൻ ചിന്തിച്ചു പറഞ്ഞാലും. വ്യാസൻ പറഞ്ഞു, കുലാചാരത്തിനും ശാസ്ത്ര നിയമത്തിനും നിരക്കാത്ത ഒരു പ്രമേയമാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദ്രുപദൻ പറഞ്ഞു, പലർക്കും കൂടി ഒരുവൾ പത്നിയായിരിക്കുവാൻ പാടില്ല. യോഗ്യന്മാരാരും അങ്ങനെ ചെയ്തിട്ടില്ല. ആകയാൽ പൂർവാചാരവും കാണുന്നില്ല. വിദ്വജനങ്ങൾ ഒരിക്കലും അധർമ്മം ചെയ്യരുത്. ഇത് അധർമ്മമാണെന്നാണ് എന്റെ അഭിപ്രായം. ദൃഷ്ടദ്യുമ്നൻ പറഞ്ഞു, അനുജൻ ജ്യേഷ്ഠന്റെ ഭാര്യയെ അമ്മയെപ്പോലെ കാണണമെന്നല്ലേ വിധി? അപ്പോൾ 5 സഹോദരന്മാർക്ക് ഒരുവൾ എങ്ങനെ പത്നിയായിരിക്കും? ധർമ്മപുത്രൻ അവസാനം പറഞ്ഞു, ഗൗതമ വംശത്തിൽപ്പെട്ട ധർമ്മിഷ്ഠയായ ജഡില 7 മുഖ്യമുനിമാരുടെ പത്നിയായിരുന്നതായി പുരാണത്തിൽ പറയുന്നുണ്ട്. അതുപോലെ മുനിജ എന്ന സ്ത്രീ പ്രജേസസുകൾ എന്നറിയപ്പെടുന്ന 10 സഹോദരന്മാരുടെ ഭാര്യയായിരുന്നുവെന്നും പുരാണം പറയുന്നു. ഗുരുവിന്റെ വാക്കുകൾ ഏറ്റവും ധർമ്മമാണ്. ഗുരുക്കളിൽ വലിയ ഗുരു അമ്മയാണ്. ഭിക്ഷ കിട്ടിയത് എല്ലാവരും കൂടി അനുഭവിക്കുവാനാണ് അമ്മ പറഞ്ഞത്. അമ്മയുടെ വാക്ക് പാലിക്കുന്നത് ധർമ്മമാണെന്ന് ഞാൻ കരുതുന്നു. തുടരും.